വാർത്തകൾ നോക്കാം വിശദമായി. 16ാം ധനകാര്യ കമ്മീഷൻ ഇന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യവസായികൾ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ളവരെയും കമ്മീഷൻ അംഗങ്ങൾ കാണും. കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക അവകാശങ്ങളെല്ലാം നേടിയെടുക്കാൻ കൃത്യമായ മുന്നൊരുക്കങ്ങളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും അടങ്ങിയ സംഘം ഞായറാഴ്ചയാണ് കേരളത്തിലെത്തിയത്. നീതി ആയോഗ് മുൻ വൈസ് ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗാരിയ ചെയർമാനായ 16ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി സംസ്ഥാനങ്ങളിലേക്കുള്ള പഠനയാത്രകളുടെ ഭാഗമായിട്ടാണ് 3 ദിവസത്തെ കേരള സന്ദർശനം. കഴിഞ്ഞ ദിവസം സംഘം തിരുവാർപ്പ്, അയ്മനം പഞ്ചായത്തുകളടക്കം സന്ദർശിച്ചു. ഇന്ന് രാവിലെ കോവളത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും സ്വീകരിക്കും. തുടർന്ന് മന്ത്രിസഭാ അംഗങ്ങളുമായി ചർച്ച നടത്തും. ഇതിനു പുറമെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ KN ഹരിലാൽ, ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് അസോസിയേഷനുകൾ, ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർമാൻ, മേയേഴ്സ് കൗൺസിൽ പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ എന്നിവരെ കമ്മീഷൻ അംഗങ്ങൾ നേരിട്ട് കാണും. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്തും. കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക അവകാശങ്ങളെല്ലാം നേടിയെടുക്കാനും കൃത്യമായ മുന്നൊരുക്കങ്ങളുമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. 5 വർഷ കാലയളവിൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ഭരണഘടനാപരമായ സാമ്പത്തിക പിന്തുണ സംബന്ധിച്ച തീർപ്പുകൾ നിശ്ചയിക്കുകയാണ് ധനകാര്യ കമ്മീഷന്റെ ചുമതല. 2026 ഏപ്രിൽ 1 മുതലാണ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമുള്ള ധനവിഹിതങ്ങൾ കേരളത്തിനും ലഭ്യമായി തുടങ്ങുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.